നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ തന്നെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മനസ്സ് കൂളാക്കി വെച്ച് പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ക്യൂൻ ഓഫ് വാൺസ് എനർജിയാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ ഒരു തേർഡ് പാർട്ടി, സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഇത് ഫാമിലി ആയിരിക്കാം, അതല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ മറ്റൊരു പേഴ്സൺ ഉള്ളതായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, കൊളീഗ്സ്, ആരും ആവാട്ടോ. നിങ്ങളുടെ റിലേഷന് ഇടയ്ക്ക് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അകലുന്നതിന് റീസൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഇവരാണെങ്കിൽ ഒരാളെ അവരുടെ കൺട്രോളിൽ നിർത്താൻ കഴിവുള്ള ഒരാളാണ്. ഒരു പേഴ്സൺ അവരുടെ അടുത്ത് കിട്ടിയാൽ, അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാനും ഈ പേഴ്സൻ്റെ ചിന്താഗതിക്ക് അനുസരിച്ച്, ഈ പേഴ്സൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ അതായത് നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്ത് അവരുടേതായ ചിന്താഗതിയിലൂടെ, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു പേഴ്സൺ ആണ് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് കാർഡ് തന്നെ ഫോർ ഓഫ് സോർഡ്സ് എനർജി കാണിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ പെട്ടി കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഈ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജോ കോളോ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തൊന്നും വരുന്നുണ്ടാവില്ല. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ഇവർ. അപ്പോൾ അതിൻ്റെ റീസൺ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അവർ കൺട്രോൾഡ് ആണ്, അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണാൽ കൺട്രോൾ ചെയ്യപ്പെട്ട് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 3 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ് ഇവിടെ. തേർഡ് പാർട്ടി ഇവരെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇവർക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഫിനാൻഷ്യലി തേർഡ് പാർട്ടിയിൽ നിന്നും ഇവർക്കൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ടിൻ്റെ പുറത്ത് ഇവർക്ക് തേർഡ് പാർട്ടിയെ തള്ളി പറയാൻ പറ്റാണ്ട് ഇവർ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് തേർഡ് പാർട്ടി ഇവരെ എല്ലാ കാര്യങ്ങളിലും, ഇങ്ങനെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയാണ്. അപ്പോൾ അവരിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള ഒരു ഹെൽപ്പ് ഇവർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ തേർഡ് പാർട്ടിക്ക് കൊടുക്കാനുള്ള പേയ്മെൻറ്റ്, അല്ലെങ്കിൽ ഇവരിൽ നിന്ന്, തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർ വാങ്ങിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തേർഡ് പാർട്ടിയെ പിണക്കിക്കൊണ്ട് അവർക്ക് ഈ റിലേഷൻ വിട്ടുവരാൻ പറ്റാത്ത സാഹചര്യം കാണിക്കുന്നുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഡീലിങ്സ് ഇവർ തമ്മിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഈ ഒരു ലേഡിയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. 2 ഓഫ് പെന്റിക്കിൾസ് ആണ് കാണിക്കുന്നത്. ഫിനാൻഷ്യലി ഓക്കെ അല്ലാതെ ഒരു എല്ലാ കാര്യങ്ങളും ഫിനാൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഫിനാൻഷ്യലി ഇംബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു കണക്ഷൻ വന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ലൈഫിലോട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ വരികയും അവരിൽ നിന്ന് ഹെൽപ്പും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ആ പേഴ്സൺ, ഈ ഒരു തേർഡ് പാർട്ടി ഇവരെ അവരുടെ കൺട്രോളിലോട്ട് ആക്കി മാറ്റിയെടുക്കുകയും ചെയ്തതായിട്ടാണ് കാണുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇംബാലൻസ് വന്നു, ആളാകെ ഒരു സ്റ്റെക്കായി നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ഈ തേർഡ് പാർട്ടി ഇവരെ കൺട്രോളിലോട്ട് കൊണ്ടുപോകുന്നതും തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർക്ക് പുറത്ത് കടക്കാൻ പറ്റാത്ത രീതിയിൽ സ്റ്റെക്കായി പോകുന്നതും. 10 ഓഫ് കപ്സ് എനർജി കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കാം, നിങ്ങൾ ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കാര്യമായിരിക്കും ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ലവേഴ്സ് ആയിരിക്കാം. ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ,
ഇവിടെ ഒരു സന്തോഷവും അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കണക്ഷനിൽ നിങ്ങൾ ഹാപ്പി ആയിരുന്നു, നിങ്ങൾക്ക് അവിടെ സന്തോഷവും സ്നേഹവും ഒക്കെ വേണ്ടതിനേക്കാൾ അധികം കിട്ടിക്കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ന് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള സ്നേഹം, ബോണ്ടിങ്, കണക്ഷൻ എല്ലാം ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നു എന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും സ്നേഹം കിട്ടിക്കൊണ്ടിരുന്ന ഒരു റിലേഷനിൽ നിന്നാണ് ഇങ്ങനെയൊരു ഇഷ്യൂ വന്നത് എന്നാണ് കാണിക്കുന്നത്. ദ ചാരിയറ്റ് ആണ് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ള ആഗ്രഹം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതിന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കണം, ഇങ്ങനെ ഈ ഒരു റിലേഷനിൽ സ്റ്റെക്കായി നിന്നാൽ പോരാ എന്നുള്ള ചിന്ത അവരിലുണ്ട് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ആക്ഷൻ എടുത്തതായിട്ട് കാണുന്നില്ല, ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നതും. എങ്ങോട്ട് പോകണം എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവിടെ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇത് ഇപ്പോൾ കയ്യിൽ നിന്ന് ചാടിപ്പോയതാട്ടോ. 7 ഓഫ് പെൻറ്റിക്കിൾസ് എനർജി കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എത്രമാത്രം എഫേർട്ട് ഇട്ടോ, അതായത് ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷനിൽ നിന്ന് അവർ ഫിനാൻഷ്യൽ ഗ്രോത്ത് അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ഗ്രോത്തിലോട്ടൊന്നും അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. ചെറിയ ചെറിയ സപ്പോർട്ടൊക്കെ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടി എന്നുള്ളതല്ലാതെ അവർക്ക് അവിടെ സ്റ്റെക്കായി പോവേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് തേർഡ് പാർട്ടി കൊണ്ടുവന്നു എന്നുള്ളതല്ലാതെ ഇവർ ആഗ്രഹിച്ചൊരു ഗ്രോത്തോ അല്ലെങ്കിൽ ഇവർ ആഗ്രഹിച്ചൊരു ലൈഫോ തേർഡ് പാർട്ടിയിൽ നിന്ന് അവർക്ക് കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു നിരാശയും ഇവർക്ക് അവിടെ ഉണ്ട്. ഇവർ വിചാരിച്ചത് തേർഡ് പാർട്ടിയിൽ നിന്നും തുടക്കത്തിലൊക്കെ കിട്ടിയിരുന്ന ആ സപ്പോർട്ട് മുന്നോട്ട് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് അവർ ആ റിലേഷൻ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു തുടക്കത്തിൽ ഉണ്ടായിരുന്ന അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടുന്നത് നിന്നപ്പോഴും ഇവർ ഒരു ഡള്ളായിട്ട് അല്ലെങ്കിൽ ഇനി ഈ റിലേഷനിൽ നിൽക്കുമ്പോൾ അവർ വിചാരിച്ച ഗ്രോത്തിലോട്ട് എത്താൻ പറ്റാത്തതിൻ്റെ വിഷമം അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. ജഡ്ജ്മെൻ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് യൂണിവേഴ്സിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ആണ്. അവർ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടി പോയിട്ട് അവർക്കത് കിട്ടാതെ വന്ന ഒരു സിറ്റുവേഷൻ, അത് യൂണിവേഴ്സിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു യഥാർത്ഥ സ്നേഹത്തെ തള്ളിക്കളഞ്ഞ് മറ്റൊരു റിലേഷനിലോട്ട് പോയതിൻ്റെ ഒരു എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് അവരിപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് നേരിടുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് സ്നേഹം അല്ലെങ്കിൽ എന്താണ് ആത്മാർത്ഥമായിട്ടുള്ള അൺകണ്ടീഷണൽ ആയിട്ട് ആരാണ് അവരെ സ്നേഹിക്കുന്നത് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അത് യൂണിവേഴ്സ് അവർക്ക് ഒരു ജഡ്ജ്മെൻ്റ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇത് ഇവർക്കുള്ള കർമ്മയാണ്, അതായത് കാർമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ പെട്ട് കിടക്കുന്നത്. അവർ പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുള്ള കർമ്മയുടെ ബാക്കി അവരിപ്പോൾ അനുഭവിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ ഈ ലൈഫിൽ തുടക്കത്തിലൊക്കെ എന്തെങ്കിലും കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്തായാലും അവരുടെ കർമ്മയാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവർ ഈ ഒരു കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അവർ പെട്ടു പോകണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയി ആ കർമ്മ ക്ലിയറൻസ് അവിടെ നടക്കണം എന്നുള്ളത് കൊണ്ടാണ് അവരിപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷനിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ വേൾഡ് കാർഡാണ്. ഒരു ചേഞ്ച് എന്തായാലും ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ വരും എന്നാണ് കാണിക്കുന്നത്. ഇപ്പോഴും ഇവർ സ്റ്റെക്കായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ഒരു ചേഞ്ച്, ഒരു മാറ്റം ഈ ഒരു സിറ്റുവേഷനിൽ വരും. ഇവർക്ക് ഈ ഒരു കർമ്മ ക്ലിയറൻസ് നടന്ന് അവർ ഈ റിലേഷനിൽ നിന്ന് പുറത്തു വരും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. സബോട്ടേജ് എന്ന് കാണിക്കുന്നുണ്ട്. അവരുടെ നല്ല കാര്യങ്ങളെല്ലാം, അതായത് അവരിലുണ്ടായിരുന്ന നന്മയൊക്കെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് വന്നതിന് ശേഷം അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ വ്യക്തിത്വം തന്നെ ചേഞ്ച് ആയി പോയതായിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ചെയ്തു എന്നുള്ള ഒരു കുറ്റബോധം അവരെ വല്ലാതെ അലട്ടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവിടെ ഹാബിറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷനിൽ തേർഡ് പാർട്ടി ഇവരോട് കാണിക്കുന്ന ഒരു അവരെ പരിഗണിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെയുള്ളൊരു ലൈഫ് അവർക്ക് അവിടെ നിന്ന് കിട്ടാണ്ടിരിക്കുക, ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ, അതായത് തേർഡ് പാർട്ടിയുടെ സ്വഭാവമാണ് അവർ കാണിക്കുന്നത്. അവർ പേഴ്സണെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്തത്. ഓക്കെ, അപ്പോൾ അതിലൊന്നും അവരുടെ ആ ഒരു രീതിയിൽ, അവരുടെ ആ ഒരു ഹാബിറ്റ്സിലൊന്നും ഒരു ചേഞ്ചും വരില്ല എന്നുള്ളതാണ്.
ഡിറ്റാച്ച്മെന്റ് എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനസികമായിട്ട് ഈ റിലേഷനിൽ നിന്നൊരു ഡിറ്റാച്ച്മെന്റിലോട്ടാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത് കൊണ്ടുവരികയും കുറച്ചുകൂടി നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങുകയും നിങ്ങളൊരു ഡിറ്റാച്ച്മെന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഡാമേജ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ റിലേഷൻ ഡാമേജ് ആയി, കംപ്ലീറ്റ്ലി ഈ റിലേഷൻ നഷ്ടപ്പെട്ടു. ഈ റിലേഷനിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, കണക്ഷൻ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡാമേജ് ഈ റിലേഷനിൽ സംഭവിച്ചു എന്നുള്ളൊരു വിഷമം നിങ്ങളുടെ പേഴ്സണ് ഭയങ്കരമായിട്ടുണ്ട്. ആ ഒരു കുറ്റബോധം, അവരെ നഷ്ടപ്പെടുത്തരുതായിരുന്നു ഈ ഒരു റിലേഷൻ എന്നുള്ള തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി എന്നാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഈ റിലേഷനെ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഒരു ഇടയ്ക്ക് ഉണ്ടായത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു സെപ്പറേഷൻ വന്നത്. ഒരു തേർഡ് പേഴ്സൻ്റെ പ്രസൻസ് നിങ്ങളുടെ റിലേഷനെ ഒരു സെപ്പറേഷനിലോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. യെസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ റിലേഷനെ കുറിച്ച് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ, ഏഞ്ചൽസിന്റെ ഭാഗത്തു നിന്ന്. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് കാണിക്കുന്നത്. അടുത്ത ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ റിലേഷനിൽ ഒരു ചേഞ്ച് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ റിലേഷനിൽ സന്തോഷകരമായിട്ടുള്ള ചേഞ്ചസ് ഈ റിലേഷനിൽ വരും, ഒരു ഹാപ്പിനെസ് ഈ റിലേഷനിൽ വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. അശ്വതി, ജൂലൈ 1990, പൂരം, ലെറ്റർ എഫ്, നവംബർ, ലെറ്റർ ഒ, ലെറ്റർ എം, തൃക്കേട്ട, ലെറ്റർ വൈ, തിരുവോണം, മാർച്ച്, ലെറ്റർ എൻ, ഉത്രം, കാർത്തിക, ഭരണി, ലെറ്റർ ബി, വിശാഖം, പൂയം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.